ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ് വ്ലോഗ്സ്. ഇന്ന് നമ്മൾ ഒരു ക്യാമറകളെ കുറിച്ചുള്ള ഒരു വ്ലോഗാണ്, ഒരു വീഡിയോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സെൻസറുള്ള 5 ക്യാമറകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ 2 നമുക്ക് അഫോർഡബിൾ അല്ല, പക്ഷേ ബാക്കി ക്യാമറകൾ അത്യാവശ്യം അഫോർഡബിൾ ക്യാമറകളാണ്. ഇത് കൂടാതെ ഇതിപ്പോൾ ഒരു ടോപ്പ് ആൻഡ് ക്യാമറകളായിട്ട് വരും. ഏറ്റവും ടോപ്പ് അത് കഴിഞ്ഞാലുള്ള നമുക്കൊരു 60,000 താഴെയുള്ളത് നോക്കാം, ഒരു 35,000 താഴെയുള്ളത് നോക്കാം. ഏതൊക്കെയാണ് ബെസ്റ്റ് സെൻസറുള്ള ക്യാമറകളെന്നുള്ളത് ഇത് നമ്മൾ വേറൊരു വീഡിയോയിലായിരിക്കും നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു 2 lakhs 3 lakhs വരെ റേഞ്ചിൽ വരുന്നത് ക്യാമറകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതുപോലെ ഈ വീഡിയോ ബേസ് ചെയ്തിരിക്കുന്നത് DxO മാർക്ക് എന്ന് പറയുന്നൊരു വെബ്സൈറ്റിൻ്റെ റിസൾട്ടുകളാണ്, സ്കോറിൻ്റെ റിസൾട്ടുകളാണ്. ഈ DxO മാർക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റ് എല്ലാ ക്യാമറകളും എടുത്ത് പരിശോധിച്ച് ടെസ്റ്റ് നടത്തിയാണ് അവർ എല്ലാം സെൻസർ എല്ലാ കാര്യങ്ങളും ടെസ്റ്റ് നടത്തിയാണ് അവർ ഈ റിസൾട്ടിൽ എത്തുന്നത്. അതുപോലെ തന്നെ ഇതൊരു സെൻസർ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ഒരു കമ്പാരിസനാണ്. ചില ക്യാമറകൾ ഇതിനെക്കാട്ടും സെൻസർ കുറച്ചും കൂടെ മോശമായി കഴിഞ്ഞാൽ മോശമാണെങ്കിലും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ മെയിൻ ക്യാമറകളെക്കാട്ടും സെൻസറിൻ്റെ കേപ്പബിലിറ്റി കുറവാണെങ്കിലും വേറെ ചില കാര്യങ്ങളിൽ അവ മുന്നിട്ട് നിൽക്കുന്ന ക്യാമറകൾ കാണുമായിരിക്കും. നമ്മളിപ്പോൾ ഒരു ഓൾറൗണ്ട് ക്യാമറ അല്ല പറയുന്നത്, മീൻസ് ഓൾറൗണ്ട് കേപ്പബിലിറ്റീസ് നോക്കിയിട്ടല്ല പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് സെൻസർ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന 1-2 ക്യാമറകൾ ഇതിൽ കാണത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളുടെ ടോപ്പ് 5ലേക്ക് കിടക്കാം. ഞാൻ ഈ വീഡിയോയിൽ ക്യാമറയുടെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, ഏതൊക്കെയാണ് ടോപ്പ് 5 എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമുക്ക് നമ്പർ 5 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സുപരിചിതമായ സോണി A7R3 ക്യാമറയാണ്. 42.4 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയാണ് സോണി A7R3 ക്യാമറ. ബേസിക്കലി നിങ്ങൾക്കറിയാം, R എന്ന് കൂട്ടി വരുന്ന സോണി ക്യാമറകളെല്ലാം ഫോട്ടോഗ്രാഫിയെ ഉദ്ദേശിച്ചുള്ളതാണ്, പക്ഷേ അവ നന്നായിട്ട് വീഡിയോസും പിടിക്കുന്ന ക്യാമറയാണ്. അപ്പോൾ R കാറ്റഗറിയിൽ ഈ വരുന്ന ക്യാമറാസ്, സോണിയുടെ ക്യാമറാസ് മെഗാ പിക്സൽ കൗണ്ടും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു 42.4 മെഗാ പിക്സലിൽ ഈ ക്യാമറയിൽ വന്നിരിക്കുന്നത്. ഇതിന് DxO മാർക്ക് സ്കോർ എന്ന് പറഞ്ഞാൽ 100ആണ്. 100ന് മേളിലുള്ള 5 ക്യാമറകളെ ഉള്ളൂ ആകപ്പാടെ. അപ്പോൾ അതിലൊന്നാണ്, അല്ലെങ്കിൽ നമ്പർ 5 ആണ് ഈ ക്യാമറ. അതുപോലെ ഫ്ലിപ്കാർട്ടിൽ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ പ്രൈസ് കാണാൻ സാധിച്ചു. 2,02,000 രൂപയാണ് ഈ സ്പെഷ്യൽ പ്രൈസായിട്ട് എനിക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ വിലയാണ് ഞാൻ പറയുന്നത്. ഒരു വർഷം കഴിഞ്ഞ് വീഡിയോ എടുത്തിട്ട് പറയരുത് ഇതല്ല ക്യാമറയുടെ വിലയെന്ന് പറയരുത്. അപ്പോൾ അങ്ങനത്തെ കുറേ കമൻറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട്, അന്ന് ക്യാമറയുടെ വില ഇതാണ് ഇതല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ എപ്പോഴാണ് ചെയ്തതെന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളപ്പോൾ വിചാരിക്കും സോണി A7R3 വന്നപ്പോഴത്തേക്കിനും A7R4 അതിന് മുകളിൽ വരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ A7R4 അതിന് മുകളിൽ വന്നിട്ടില്ല, ജസ്റ്റ് ഒരു പോയിൻ്റ് താഴെയാണ്. അപ്പോൾ 6ാമത്തെ ക്യാമറ എന്ന രീതിയിൽ നമുക്ക് A7R4നെ അവതരിപ്പിക്കാം. A7R4 6ാം സ്ഥാനത്താണ്, പക്ഷേ നമ്മുടെ ഈ ഒരു ടോപ്പ് 5 വന്നിട്ടില്ല. ടോപ്പ് 4 എന്ന് പറഞ്ഞാൽ, നമ്പർ 4 എന്ന് പറഞ്ഞാൽ നൈക്കോൺ D850 ക്യാമറയാണ്. നൈക്കോൺ D850 കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. നൈക്കോണിൻ്റെ തന്നെ വളരെ പ്രശസ്തമായൊരു ക്യാമറയാണ്. 45.7 മെഗാ പിക്സൽ ഉള്ള ഒരു ക്യാമറയാണ് ഈ നൈക്കോണിൻ്റെ ഈ ക്യാമറ. അതുപോലെ ആമസോണിൽ ഞാൻ ഇന്നൊരു സ്പെഷ്യൽ പ്രൈസ് കണ്ടു. ഇന്ന് തന്നെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 1,89,994 രൂപയാണ്, അതായത് 1,90,000 രൂപയാണ് നൈക്കോൺ D850ക്ക് ഇന്ന് എനിക്ക് ആമസോണിൽ കാണാൻ സാധിച്ചത്. ഏകദേശം 30-37% ഡിസ്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. ആരെങ്കിലും മേടിക്കാനിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോയി മേടിച്ചു. അതുപോലെ ഈ ക്യാമറയുടെയും സ്കോർ 100 തന്നെയാണ്. അപ്പോൾ 4-5 എന്നുള്ളൊരു കാറ്റഗറി വന്നിരിക്കുന്നത് ചെറിയ എന്തെങ്കിലും മൈനർ ഡിഫറൻസ് കൊണ്ടായിരിക്കാം 4-5 പോയത്. ഇനി നമുക്ക് 3ാം സ്ഥാനത്തേക്ക് വരാം. 3ാം സ്ഥാനത്തുള്ളത് പാനാസോണിക് ലുമിക്സ് SIR എന്ന് പറയുന്ന ക്യാമറയാണ്. നമ്മളിൽ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ മികച്ച സെൻസറുകളിൽ 3ാം സ്ഥാനത്തേക്ക് പാനാസോണിക്കിൻ്റെ SIR ക്യാമറ 3 ലക്ഷം രൂപ വിലയാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഓൺലൈനിൽ, ഇന്ത്യയിലെ വില. അപ്പോൾ നമ്മുടെ ടോപ്പ് 3 കാറ്റഗറി ഇതാണ്. അതിന് മുകളിലേക്ക് നമ്പർ 1ഉം നമ്പർ 2ഉം മിക്ക ആൾക്കാരും യൂസ് ചെയ്ത് കാണത്തില്ല. മീഡിയം ഫോർമാറ്റ് ക്യാമറകളാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്യാമറ 51.4 മെഗാ പിക്സലുള്ള ഒരു ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വില 6 ലക്ഷത്തിന് മുകളിലാണ്. 1ാം സ്ഥാനം ചില ആൾക്കാർക്ക് ഊഹിക്കാൻ സാധിക്കുമായിരിക്കും. ഇതൊരു ഹാസൽബ്ലാഡിൻ്റെ ക്യാമറയാണ്. ഹാസൽബ്ലഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഹാസൽബ്ലഡിൻ്റെ ക്യാമറകൾ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ആരും സ്ട്രീറ്റ് വോക്കിനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഹാസൽബ്ലഡിൻ്റെ ക്യാമറ വാങ്ങാറില്ല. അപ്പോൾ ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ ഹാസൽബ്ലഡിൻ്റെ X1D മിറർലെസ് ക്യാമറയാണ്. മെഗാ പിക്സലിൽ 50 മെഗാ പിക്സൽ ക്യാമറയാണിത്. ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ 6,12,000 രൂപയാണ് ഈ ക്യാമറയുടെ വില. ഏറ്റവും ടോപ്പ് പോയിൻറ്റ്സ് DxO മാർക്ക് സ്കെയിലിങ്ങിൽ ഏറ്റവും ടോപ്പ് പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്ന ക്യാമറ ഇതാണ്. 102 പോയിൻ്റാണ് ഈ ക്യാമറയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് 5. ടോപ്പ് 5 കണ്ടാലും ഞെട്ടണ്ട, നമുക്കിതിന് താഴേക്ക് വരാം അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ നമ്മൾ ടോപ്പ് 5 മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ, ഒന്ന്, ഒരു നൈക്കോൺ D850 ക്യാമറ വളരെ നല്ല ക്യാമറയാണ്. തീർച്ചയായും വാങ്ങേണ്ട ഒരു ക്യാമറയുമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് A7R3 ക്യാമറയാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ നോക്കുക. പിന്നെ ഇതിൽ പെടാതിരുന്ന 2 ക്യാമറകൾ, ഒന്ന്
നിങ്ങൾ മനസ്സിൽ വിചാരിക്കാൻ സാധ്യതയുള്ള രണ്ട് ക്യാമറകൾ. ഒന്ന് കനോണിൻ്റെ 1DX Mark III ഏറ്റവും പുതിയ ക്യാമറ. അത് പക്ഷേ 92.2 എനിക്ക് കാണാൻ സാധിച്ചു DxO മാർക്കിൽ. പിന്നുള്ളത് കനോണിൻ്റെ EOS R5 ക്യാമറയാണ്. ഈ ക്യാമറ DxO മാർക്ക് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വെബ്സൈറ്റിൽ നോക്കി. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു ക്യാമറ ടോപ്പ് 5ലോ ടോപ്പ് 10ലോ വരാൻ സാധ്യതയുണ്ട്, EOS R5. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഒരു 1,00,000 താഴെയുള്ള ക്യാമറകൾ നമ്മൾ നോക്കാം. അപ്പോൾ ഈ 1,00,000 താഴെയുള്ള കാറ്റഗറി വരുമ്പോൾ 5D Mark IV ഒന്നും അതിനകത്ത് പെടത്തില്ല. ടോപ്പ് 5ൽ അത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 5D Mark IV ഇൻക്ലൂഡ് ചെയ്യാത്തത്. അടുത്ത വീഡിയോയിൽ നമുക്ക് 1,00,000 താഴെയുള്ള ക്യാമറകൾ നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം, ലൂമിനാർ ഒക്കെ മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.